തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഭരണം വലിച്ച് താഴെയിടാൻ വേണ്ടി UDF നീക്കം തുടങ്ങിയിരിക്കുകയാണ്. അത്ര എളുപ്പമാവാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ LDFും UDFും ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് ശരി ഇനി VV രാജേഷിനെ പുറത്താക്കി എന്നിരിക്കട്ടെ, പകരം ആരെ മേയറാക്കും? അതെ, അതാണ് ചോദ്യമുള്ളൂ. ഇവർ രണ്ടുപേർക്കും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട്? അങ്ങനെയൊന്നുമില്ല. അതത്ര എളുപ്പമൊന്നും ആവില്ല. 34 പേരുടെ കണ്ട് വേണം, 44 പേര് വേണം ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ പോലും. ഈ അവിശ്വാസം കൊടുക്കണമെങ്കിൽ പോലും 34 പേര് പിന്തുണ വേണം. നമുക്കറിയാം, കേരളത്തിൽ കോർപ്പറേഷനുകളിൽ BJP ഭരിക്കുന്ന ഏക സ്ഥലമാണ് തിരുവനന്തപുരം. അതും വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് നേരിയ ഒരാളുടെ പിന്തുണയോടുകൂടി മാത്രമാണ്, സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണൻ്റെ കൂടെ പിന്തുണയോടുകൂടി മാത്രമാണ് BJP അധികാരത്തിൽ വന്നത്. അപ്പോൾ നിലവിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ കാപ്പ കേസ് പ്രതിയാണ്. അദ്ദേഹം ജയിലിലാണ്. ഈ ജയിലിലായതിനെ തുടർന്ന് ഇപ്പോൾ ഈ സമയം നോക്കി അവിശ്വാസം കൊണ്ടുവന്നാൽ 101 അംഗ കൗൺസിലാണുള്ളത്. അപ്പോൾ 50-50 എന്ന് നിൽക്കും. സുഗതൻ്റെ കൂടെ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ 51 എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കയറി പോകാൻ പറ്റത്തുള്ളൂ, അവിശ്വാസം വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 20 പേരാണ് UDFിനുള്ളത്. അതിൽ തന്നെ ഒരാൾ സ്വതന്ത്ര കൗൺസിലർ, മത്സരിച്ച് ജയിച്ച ആളാണ്. അതെ. അപ്പോൾ 20 അംഗ കൗൺസിൽ ഇവർക്കും, ബാക്കി 29 പേർ LDFിനുമാണുള്ളത്. ഇപ്പോൾ ഈ 20 അംഗത്തുള്ള UDFിന് എങ്ങനെ അവിശ്വാസ നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ 34 അംഗങ്ങൾ വേണം അവിശ്വാസ നോട്ടീസ് കൊടുക്കണമെങ്കിൽ. 1/3 അംഗങ്ങളുടെ പിന്തുണ വേണം. അപ്പോൾ എന്ത് വേണം? 14 പേര് കൂടി ഇടതുപക്ഷത്തു നിന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ ഈ അവിശ്വാസ നോട്ടീസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഇതിന് മുതിരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മുതിരാനുള്ള സാധ്യതയില്ല. ഇത് ഇനി അങ്ങനെ ഇടതുപക്ഷവും കോൺഗ്രസും കൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത അടക്കമുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഇത് ദോഷകരമായി ബാധിക്കും. ഇതിലേക്ക് ഒരുമിച്ച് ഭരിക്കാൻ പറ്റുമോ? ഇനി ശരി, ഇവർ രണ്ടും കൂടെ തള്ളിയിട്ടെന്നിരിക്കട്ടെ, ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് ഭരിക്കുമോ തിരുവനന്തപുരം കോർപ്പറേഷൻ? അത് നടപ്പുള്ള കേസല്ലല്ലോ. കേരളത്തിൽ ഭരണം പോയി നാണം കെട്ട് നിൽക്കുന്ന LDFും 102 സീറ്റുമായിട്ട് നിയമസഭയിൽ തിളങ്ങി നിൽക്കുന്ന UDFും കേരളം ഒട്ടാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് UDFിൻ്റെ ഒരു മികച്ച ഭരണത്തിനാണ്. അങ്ങനെയുള്ളവർ ഭരണ സ്ഥിരാകേന്ദ്രത്തിലെ കോർപ്പറേഷനിൽ തന്നെ കൈകോർത്താൽ അത് വളരെ തെറ്റായ, മോശമായ ഒരു സന്ദേശമല്ലേ കൊടുക്കും? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കട്ടെ രണ്ടുപേരും കൂടെ. ഈ സുഗതൻ കൗൺസിൽ അംഗം തന്നെയാണ്. അയാൾ കാപ്പ കേസിൽ ജയിലിലാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അയാൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ നാളെ ഹൈക്കോടതിയൊക്കെ സമീപിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒന്ന് വോട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാകുമായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ഏതായാലും ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നുള്ള മറ്റൊരു കാര്യം, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പരാജയപ്പെട്ട പിന്നെ 6 മാസം കഴിഞ്ഞ് അടുത്ത അവിശ്വാസം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ആദ്യം അവിശ്വാസ പ്രമേയം കൊടുക്കണമെങ്കിൽ 34 പേര് വേണം. ഈ 14 പേര് ഇപ്പം ഞങ്ങളൊരു കോമൺ കോസിന് വേണ്ടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാം. പക്ഷേ എന്താണ് പ്രശ്നമെന്നറിയാമല്ലോ. എന്താണ് കാര്യം മനസ്സിലായില്ലേ? കടുത്ത അഴിമതിയായിരുന്നു. തീവട്ടിക്കൊള്ളയാണ് ഇവിടെ മേയറൂട്ടിയും സംഘാംഗങ്ങളും ചേർന്ന് നടത്തി. അതിന് മുമ്പുള്ളതും പതിറ്റാണ്ടുകളായി ഇവരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ അഴിമതി തന്നെയാണ്. പാളയം മാർക്കറ്റിലെ അവസ്ഥ നമ്മൾ കണ്ടാണല്ലോ. അതെ, ഗുണ്ടാപ്പിരിവ്, അതുപോലെ തോന്നിയതുപോലെ അവർ സ്വന്തം ഓരോ കടയൊക്കെ ഉണ്ടാക്കി വാടക കൊടുക്കരുത് ഇപ്പം നേതാക്കന്മാർ. ഈ ഇദ്ദേഹം രാജേഷ് വന്നതിന് ശേഷം ഇവരുടെ ഭവന പദ്ധതിയിൽ അഴിമതി കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചതിനകത്തെല്ലാം അത് വിദഗ്ധ സമിതി നിയോഗിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളാണ്, ഒരുപാട് അഴിമതികൾ ഈ ഭരണസമിതി. കോർപ്പറേഷൻ ബിൽഡിങ്ങുകൾ പലതും CPM നേതാക്കന്മാർക്ക് വാടക കൊടുത്തിട്ടുണ്ട്. റേറ്റ് നമ്മളന്ന് കണ്ടേ, തുച്ഛമായ റേറ്റ്. അവർ വലിയ റേറ്റിന് മറിച്ച് വാടക കൊടുക്കും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവർക്കൊരു ലോട്ടറി ആയിരുന്നു, സ്വർണ്ണക്കനിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ വ്യാപകമായിട്ടുള്ള അന്വേഷണം വരുന്നു, പ്രശ്നമാകുന്നു. ഈ നേതാക്കന്മാർക്ക് പലർക്കും അകത്തു പോകാനുള്ള ഭാഗ്യം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ CPMും കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഡാമേജ് ആവുള്ളത്. ഈ കാട്ടുകള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസും കൂടെ സഹായത്തിന് ഇറങ്ങി എന്നുള്ളൊരു പേദോഷം കേൾക്കേണ്ടത്. അത് പക്ഷേ ഈ കോൺഗ്രസ് ഇതിനകത്ത് നിലകൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ അവിശ്വാസം കൊണ്ടുവരാൻ സത്യത്തിൽ CPM ആണ് കൊണ്ടുവരേണ്ടത്. അതെ, ഇല്ലേ? പക്ഷേ 34 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് ഇവിടെ പോകുന്നുള്ളതാണ്. അതാണ് അവിടെയാണ് പ്രശ്നം. ഇവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യൂല. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ചെയ്യില്ല. ഇനി അഥവാ മാറിപ്പോയാലും പിന്നെ ഉള്ളത് സ്വതന്ത്ര അംഗ M രാധാകൃഷ്ണൻ ഒരു കാരണവശാലും കാല് മാറില്ല. അതെ, പുള്ളി മാറില്ല. പുള്ളി അവരോട് തന്നെ നിൽക്കുന്നുള്ളതായിരുന്നു 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ പ്രമേയം പാസ്സായാൽ പോലും അടുത്ത് ആര് ഭരിക്കും?
അതാണ് ചോദ്യം. ഈ സുഗതൻ അകത്ത് കിടക്കുമ്പോൾ തന്നെ ഇതിനെ മറികടക്കാൻ BJPക്ക് ഒരു മാർഗമുണ്ട്. ഈ സുധീഷ് എന്ന് പറഞ്ഞ ഒരു കൗൺസിലറുണ്ട്. ഉണ്ട്. അയാൾ UDF വിമതനായിട്ട് മത്സരിച്ച് ജയിച്ചയാളാണ്. അയാൾ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ അയാൾക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അയാൾ വിമതനായിട്ട് മത്സരിച്ച് അയാൾ അങ്ങനെ ജയിച്ചയാളാണ്. അയാൾക്ക് അതുകൊണ്ട് തന്നെ BJPക്കൊപ്പം ചേർന്നാലും കൂറുമാറ്റം ഒന്നും വരില്ല. ഇല്ല, കുറഞ്ഞു വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളെ മാറ്റിയെടുക്കാനുള്ള ഒരു നീക്കം നടത്താൻ ഇവർ ശ്രമിക്കും. പക്ഷേ അയാൾ കറ തീർന്ന കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് വിട്ട് വേറെ എങ്ങോട്ടും അയാൾ മാറില്ല എന്ന കുറച്ച് നിലപാടുകാരനാണെന്നാണ് പറയപ്പെടുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടി നടക്കത്തില്ല. പിന്നെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം നടന്നല്ലോ. ആ അംഗങ്ങളെ അയോഗ്യരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനവർ ഹൈക്കോടതിയെ സമീപിക്കാൻ നിൽക്കുക. അല്ല, അതൊന്നും നടപ്പുള്ള കേസല്ല. അത് നമ്മുടെ നാട്ടിലെ കോടതികളെ കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ളതല്ലേ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നേന്ന് ഇലക്ഷൻ നടത്തേണ്ടി വരില്ല ഇവിടെ. അങ്ങനെയൊന്നും ചെയ്യില്ല ഒരിക്കലും. കാരണം അതൊരു സുഖകരമായ കാര്യമല്ലല്ലോ. അപ്പോൾ ഇവർക്ക് ബൊപ്രാളാണ് CPM സംബന്ധിച്ചിടത്തോളം. കാരണം ആറ്റൽ പൊങ്കാല ഇല്ലാതിരുന്ന കോവിഡ് കാലത്തോലും പൊങ്കാല നടത്തിയതിൻ്റെ ചിലവെന്നും പറഞ്ഞുകൊണ്ട് കാശ് വെട്ടിച്ച കക്ഷികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അയ്യപ്പനെ മാത്രമല്ല, ഇവർ ദൈവവിശ്വാസികളല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ എവിടെ നിന്നെല്ലാം വലിക്കാൻ പറ്റുമോ അതെല്ലാം എടുത്ത കക്ഷികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇവർ എല്ലായിടത്തും നടത്തിയ കൊള്ള കണ്ടില്ലേ, എല്ലാം തട്ടിപ്പോലാണ്. ഇത് കേസ് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മേയർക്കും ആ കൗൺസിലുണ്ടായിരുന്ന പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും കോടതി ഇറങ്ങാൻ സമയം കാണില്ല. അതാണ് ഇപ്പം അത്ര അഴിമതി ചെയ്തു. നിലവിലെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം അടിപിടി നടന്നു. അതായത് വിഷയം ഇതാണ്. ഒന്ന്, സുഗതൻ രാജിവെക്കണം. അത് വെച്ചിട്ടാണ് CPMൻ്റെ സമരം നടത്തിക്കൊണ്ടിരുന്നത്. രണ്ട്, ഈ 19 അംഗ കൗൺസിൽ ഇവർ ബലിദാനിയുടെ പേരിലും ഭാരതമാതാവിൻ്റെ പേരിലും കൃഷ്ണൻ്റെ ഒക്കെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരെ അറിയിക്കാതെ നടത്തി എന്നും പറഞ്ഞിട്ടാണ് ഇവർ ബഹളം ഉണ്ടാക്കിയത്. ഈ ഇടതുപക്ഷം ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ബഹളം ഉണ്ടാക്കി അവിടേക്ക് വന്ന വഴിക്കാണ് ഈ VV രാജേഷ് മേയർ കയ്യേറ്റം ചെയ്യപ്പെട്ടത്, ഡെപ്യൂട്ടി മേയർ ഇവരൊക്കെ കയ്യേറ്റം ചെയ്യപ്പെട്ടത്. അപ്പോൾ അവർ എല്ലാം ആ പരിക്കുകളും ഒക്കെ ആയിട്ടാണ്. ഇന്നലെയും അദ്ദേഹം രാജേഷ് വന്നത് അവധി ദിവസമായിട്ട് പോലും പുള്ളി വന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി. കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് വന്നത്. ഫ്രാക്ചറുണ്ട്. ഈ ചവിട്ട് ഉന്തും തള്ളിനിടയിൽ നടന്നതാണ്. അപ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ഓർക്കുന്നില്ലേ? ഇങ്ങേരോട് പറഞ്ഞ് പുറകിൽ കൂടെ കയറിക്കോളാം. അതേവരുടെ രീതിയാണ് അത്. പുള്ളി പറഞ്ഞ്, ഞാൻ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മുന്നിലെ ഗേറ്റിലൂടെ വന്നയാളാണ്, ഞാൻ അതിലൂടെ മാത്രമേ വരൂ, എനിക്ക് പുറകെ കൂടെ കയറിഞ്ഞ് വരാൻ ഞാൻ വേറെ കുഴപ്പമൊന്നും. അടൂർ പ്രകാശ് മൊഴിയെടുക്കാൻ പോയപ്പോൾ ശബരിമല വിഷയത്തിൽ അതെ വിജിലൻസ് അവിടെ ക്രൈംബ്രാഞ്ച് അവസാനത്ത് നിന്നപ്പോഴേ ഇനി സാറ് മൊഴിയെടുത്തല്ലോ, സാറിന് പുറത്തെ കാലിൽ കൂടെ അങ്ങ് പോയിക്കൊന്നു, ഫ്രണ്ടിൽ ചാനലേറെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മുന്നേക്കടെ പോകുള്ളൂ എന്ന് പറഞ്ഞു. അത് രണ്ടുദ്ദേശമായി പറഞ്ഞവർക്ക്. ഒന്ന്, ഇയാൾ ഒളിച്ചോടി എന്ന് പറയാൻ വേണ്ടി അപ്പം തന്നെ വിളിച്ചു പറയാം, ഇയാളുടെ ഒളിച്ചോടാണ് പുറകെ കൂടെ പോയത്, പുറകെ കൂടെ തന്നെ ഒളിച്ചോടി എന്ന് പറയാൻ വേണ്ടി. അത് ചാനലിൽ ഉന്നി നിൽക്കുന്നുണ്ട്. കാരണം അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഇവർക്ക് ഈ പുറംവാതിലാണല്ലോ പണ്ട് മലേഷ്യയിൽ, എല്ലാം പുറംവാതിലാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്ന പുറംവാതിലിൻ്റെ ഓരോ കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ UDF സർക്കാരിന് ആർജവം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ഈ കള്ളന്മാരെല്ലാം പുറത്താക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അനധികൃത നിയമനം, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിയമനം, ഇതൊക്കെ നടന്നിരിക്കുന്ന ഇഷ്ടമല്ല. എന്നും ഒരുപാട് മാധ്യമങ്ങളിൽ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കോർപ്പറേഷൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. അവിടെ ജീവനക്കാർ ആവശ്യം വന്നപ്പോൾ അന്നത്തെ മേയർ കത്തെഴുതി കൊടുത്ത് CPM ജില്ലാ കമ്മിറ്റിക്കാണ് ഇവിടെ ഒഴിവുണ്ട്, അടിയന്തരമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞേ ചെയ്യണമെന്ന്. ഇതായിരുന്ന അവസ്ഥ. എന്താണെങ്കിലും അവിശ്വാസം കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരു നീക്കം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ LDF UDF ഒരു ധാരണ ഉണ്ടാകുമോ, ആ രീതിയിലൊരു അവിശ്വാസം വരുമോ എന്നത് മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ. അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് BJPക്ക് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ മാറും. പ്രത്യേകിച്ചും സുഗതൻ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത്. അതുകൊണ്ട് പക്ഷേ അത് കോൺഗ്രസ് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. CPMമാർ ഒരുമിച്ച് നിന്നാണ്. കാര്യം ഈ കൊള്ളക്കാരുമായിട്ട് ഒരുമിച്ച് നിന്നാണ് ഈ നിലവിലെ ഭരണസമിതി പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരദോഷം കോൺഗ്രസിനും ഉണ്ടാവും. കോൺഗ്രസ് പലപ്പോഴും അബദ്ധങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ അവർ ഈ ഒരു രീതിക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ്.